ദളിത് ആദിവാസി സംയുക്ത സമിതി പീരുമേട് താലൂക്ക് യൂണിയൻ ഹൈറേഞ്ച് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി പോസ്റ്റ് ഓഫീസ് പടിക്കൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഡിസംബർ 10 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ മേൽത്തട്ട് ഉപവർഗീകരണത്തിനെതിരെ നടത്തുന്ന ജനസാഗര പ്രതിഷേധത്തിന്റെ മുന്നോടിയായിട്ടാണ് ക്യാമ്പയിൻ നടത്തിയത്. ദളിത് ആദിവാസി സംയുക്ത സമിതി പീരുമേട് താലൂക്ക് യൂണിയൻ ഹൈറേഞ്ച് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 10 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ മേൽത്തട്ട് ഉപവർഗീകരണത്തിനെതിരെ നടത്തപ്പെടുന്ന ജനസാഗര പ്രതിഷേധത്തിന്റെ മുന്നോടിയായിട്ടാണ് കുമളി പോസ്റ്റ് ഓഫീസ് പടിക്കൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ജില്ലാ കൺവീനർ മനോജ് വിറ്റി അധ്യക്ഷത വെച്ച യോഗം ജില്ലാ ചെയർമാൻ സണ്ണി കണിയാമറ്റം ഉദ്ഘാടനം ചെയ്തു. മേൽത്തട്ടും കീഴ്ത്തട്ടുമായി വേർതിരിച്ചുകൊണ്ട് ഇവിടുത്തെ ദളിത് സമൂഹത്തെ രണ്ട് തട്ടായി തിരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ തമ്മിത്തല്ലിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ഭരണകൂടവും നമ്മുടെ നീതിന്യായ കോടതികളും ചെയ്യുന്നത്. ഇതിനെതിരെയാണ് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇവിടുത്തെ ഇന്ത്യയിലെ ദളിത് സമൂഹം, അതായത് കേരളത്തിലെ KPMS, AKCHMS, CSDS തുടങ്ങിയ 15 പിന്നോക്ക ദളിത് സംഘടനകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ വരുന്ന 10 നമ്മുടെ തിരുവനന്തപുരത്ത് ജനസാഗരം സൃഷ്ടിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ 4.5 കിലോമീറ്റർ ജനത്താൽ നിറച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. പീരുമേട് യൂണിയൻ കൺവീനർ ഡോക്ടർ KT മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. CSDS ഹൈറേഞ്ച് മേഖലാ സെക്രട്ടറി ഷാജി അണക്കര, ഹൈറേഞ്ച് മേഖലാ പ്രസിഡന്റ് ബിനു ചാക്കോ, മേഖലാ കമ്മിറ്റി അംഗം ജോയി താന്നിക്കമറ്റം, KPMS പീരുമേട് യൂണിയൻ പ്രസിഡന്റ് PK സുബ്രഹ്മണ്യൻ, ഹൈറേഞ്ച് മേഖലാ വൈസ് പ്രസിഡന്റ് ജൂലി ജോർജ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ഇതിനു പുറമെ ദളിത് ആദിവാസി സംയുക്ത സമിതി പീരുമേട് താലൂക്ക് യൂണിയൻ ഹൈറേഞ്ച് മേഖലാ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ചെയർമാനായി ജോയി താന്നിക്കമറ്റം, കൺവീനറായി ഡോക്ടർ KT മോഹനൻ, വൈസ് ചെയർമാൻമാരായി സുമതി രാജു, ബാബു തൈപ്പറമ്പിൽ, PK സുബ്രഹ്മണ്യൻ, ഷിജി മോൻസൺ എന്നിവരടങ്ങുന്ന 9 അംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. ഇടുക്കി വിഷൻ, കുമളി.